കോൺഗ്രസിലെ അതൃപ്തി തുറന്നു പറഞ്ഞ് രമേശ് ചെന്നിത്തല പാർട്ടിയിൽ കൂടിയാലോചന വേണമെന്നും പ്രവർത്തകർക്ക് വിഷമമാകുന്നതിനാലാണ് പലതും തുറന്നു പറയാത്തതെന്നും രമേശ് ചെന്നിത്തല 24-നോട് പറഞ്ഞു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത് വേണോ വേണ്ടേ, അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം KPCC പ്രസിഡന്റാണ്, തുടരുകയാണ്. അപ്പം അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു സാഹചര്യം ഞാൻ ഇപ്പോൾ കാണുന്നില്ല. എന്താണ് അങ്ങനൊരു ചർച്ചയും നടന്നിട്ടില്ല. സംഘടനാ തലത്തിൽ ഒരു മാറ്റത്തിനൊരു ചർച്ച ഔദ്യോഗികമായി ഒരു ഘട്ടത്തിലും നടന്നിട്ടില്ല. പിന്നെ ഈ മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ വരുന്നതിൻ്റെ എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ കാര്യം എന്താണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യോജിച്ച് പ്രവർത്തിച്ചാൽ ഇപ്പോഴത്തെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ശക്തമാണ്. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ചില നേതാക്കൾക്ക് KC വേണുഗോപാൽ, അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവരുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുണ്ട്. അവരത് തുറന്നു പറയാൻ പാർട്ടി വേദികളില്ലാത്തത് കൊണ്ട് അതിന് തയ്യാറാകാതെ മാറി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയാൻ ഉള്ള നിരവധി കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. കോൺഗ്രസിലെ ഇപ്പോഴത്തെ നേതൃത്വത്തോടുള്ള KPCC അധ്യക്ഷൻ ഒഴികെയുള്ളവരോടുള്ള വിയോജിപ്പാണ് രമേശ് ചെന്നിത്തല പരസ്യമായി പറയുന്നത്, അല്ലേ? വിജയകുമാർ, ഇതിൽ ഇപ്പോൾ നമ്മൾ ബൈറ്റിൽ കേൾപ്പിച്ചതിനേക്കാൾ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൽ കൂടിയാലോചന വേണം, ഇതൊരു ജനാധിപത്യ പാർട്ടിയാണെന്ന് ഓർമ്മ വേണം എന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് 24-നോട് സംസാരിച്ച സമയത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ ലക്ഷ്യം വെക്കുന്നത് VD സതീശനെയാണ് എന്നുള്ളത് കൃത്യമാണ്. കാരണം അദ്ദേഹം കെ സുധാകരനെ തള്ളി പറയുന്നില്ല. കാരണം കെ സുധാകരനെ മാറ്റേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം നിലവിലെ നേതൃത്വത്തിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനൊപ്പം തന്നെയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നു. പക്ഷേ എന്നാൽ അദ്ദേഹം അതേ സമയത്ത് തന്നെ പറയുകയാണ് കോൺഗ്രസിൽ കൂടിയാലോചന നടക്കേണ്ടതുണ്ട്, നടന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലതും തുറന്നു പറയാനുണ്ട്. പറയാൻ അറിയാത്തത് കൊണ്ടോ പറയാൻ കഴിയാത്തത് കൊണ്ടോ അല്ല, പ്രവർത്തകർക്ക് അത് മനോവിഷമം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ കോൺഗ്രസിനകത്തെ നേതൃത്വത്തിൽ നിലവിലുള്ള പലർക്കെതിരെയും ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി VD സതീശനെതിരെ വളരെ കൃത്യമായി കോൺഗ്രസിനകത്ത് ഒരു കലാപം, ഒരു സ്വകാര്യ കലാപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം കൂടി കണ്ടത്. അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിന് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കലാപത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. വിജയകുമാർ, ദീപക്, ഇത് കോൺഗ്രസിനകത്തൊരു ഒറ്റപ്പെട്ട ശബ്ദമല്ല. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ നേരത്തെ ഏറെക്കുറെ രമേശ് ചെന്നിത്തല അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. കാരണം മഹാരാഷ്ട്രയിൽ ചുമതലയുണ്ടായിരുന്നവരെ പോലും കേരളത്തിലേക്ക് തിരിച്ചയച്ചു. അവർക്കെല്ലാം പാലക്കാടും വയനാട്ടിലും ചേലക്കരയും ഒക്കെ ചുമതല കൊടുത്തു. ചാണ്ടി ഉമ്മന് ചുമതല കിട്ടാതെ പോയത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല എന്ന് വച്ചാൽ ചാണ്ടി ഉമ്മൻ പറയുന്നതിനോട് അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു അന്ന് അദ്ദേഹം രമേശ് ചെന്നിത്തല ചെയ്തത്. തന്നെയുമല്ല, രമേശ് ചെന്നിത്തല ഈ അടുത്ത ദിവസങ്ങളിൽ നടത്തുന്ന ചില ഇടപെടൽ, ഇപ്പോൾ വൈദ്യുത ചാർജ് വർധനവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം, അതിനുശേഷം മണിയാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാർബറണ്ടത്തിന് അത് കൊടുക്കുന്നതിനോടുള്ള വിയോജിപ്പ്, അങ്ങനെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പണ്ടിരുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ ഈ സർക്കാരിനെതിരായ പ്രശ്നങ്ങൾ അത് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇപ്പോഴും താൻ തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ കൂടി അദ്ദേഹം ഈ ദിവസങ്ങളിലെ വാർത്താ സമ്മേളനങ്ങളിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിനകത്ത് നടക്കുന്ന നീക്കങ്ങളുടെ കൂടി ഭാഗമാണെന്ന് ഈ പ്രതികരണം വ്യക്തമാക്കുന്നുണ്ട്, അല്ലേ ദീപക്? വിജയകുമാർ, അത് തന്നെയാണ്. കാരണം ഇതിൽ കോൺഗ്രസിനകത്ത് വലിയ ഒരു ശീതസമരമായിരുന്നു. പക്ഷേ ആ ശീതസമരം ഇപ്പോൾ യഥാർത്ഥ യുദ്ധമായി മാറിക്കഴിഞ്ഞു, ആഭ്യന്തര യുദ്ധമായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ പ്രതികരണം തന്നെയാണ് അദ്ദേഹം 24-നോട് സംസാരിക്കുമ്പോൾ കൃത്യമായി പറയുന്നത്. കാരണം ചാണ്ടി ഉമ്മനെ, നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ ചാണ്ടി ഉമ്മനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ്. അതായത് പാലക്കാട്ടെ കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിച്ചത് VD സതീശനായിരുന്നു, നമുക്കറിയാവുന്നതാണ്, ഷാഫി പറമ്പിലായിരുന്നു. അപ്പോൾ അവർക്കെതിരെ ചാണ്ടി ഉമ്മന് കൃത്യമായി ചുമതല നൽകിയില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞപ്പോൾ മഹാരാഷ്ട്രയുടെ ചുമതലക്കാരനായ രമേശ് ചെന്നിത്തല അവിടെയുള്ളവരെ പോലും പാലക്കാട്ടേക്ക് തിരിച്ചയച്ച് ചുമതല കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായി നേതൃത്വത്തിനെതിരായ കലാപത്തിൻ്റെ സൂചന തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രമേശ് ചെന്നിത്തല കഴിഞ്ഞ കുറച്ചു നാളുകളായി വളരെ സൈലൻ്റ് ആയിരുന്നു. പാർട്ടിക്കകത്ത് ചില പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളതല്ലാതെ. പക്ഷേ എന്നാൽ ഇപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ രീതിയിൽ തന്നെ സർക്കാരിനെതിരായ കടന്നാക്രമണങ്ങൾ, അതും രേഖകൾ നിരത്തിക്കൊണ്ട്, ഒരുപക്ഷെ നേരത്തെ നമുക്ക് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പിണറായി സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ
അദ്ദേഹം നിരത്തിയിരുന്നു. അതെ, പക്ഷേ അതെ. ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്നെല്ലാം നിശബ്ദനാണ്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നു, അതിന് തൊട്ടു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ വേളയിൽ രമേശ് ചെന്നിത്തല കൂടുതൽ സജീവമാകുന്നു, കെ സുധാകരനെ കൂടെ നിർത്തുന്നു. ഇതിന് വലിയ രാഷ്ട്രീയമാനമുണ്ട്. കാരണം ഒരു പക്ഷത്ത് ചാണ്ടിയുമ്മൻ ഉൾപ്പെടെ ഇവരുടെ ഒപ്പം നിൽക്കുമ്പോൾ വി ഡി സതീശനൊപ്പം കൂടുതൽ ആൾക്കാരില്ല എന്ന് സ്ഥാപിക്കാനുള്ള അണിയറ നീക്കം നടക്കുകയാണ്. ആ നീക്കത്തിന്റെ കൂടി തുടർച്ചയാണ് ഈ പ്രതികരണം എന്ന് 24 അദ്ദേഹം സംസാരിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. വിജയകുമാർ, യെസ്, വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ആ പ്രതികരണങ്ങൾ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. ഈ നേതൃമാറ്റ ചർച്ചകളുടെ കേന്ദ്രം മറ്റാരോ ആണ് എന്ന് നേരത്തെ കെ മുരളീധരനും പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം ചർച്ചകൾ അനാവശ്യ ചർച്ചകളാണ്, അതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നതൊക്കെ രമേശ് ചെന്നിത്തല കൂടി പറയുന്നുണ്ട്. അത് കോൺഗ്രസിനകത്തെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയൊക്കെ ഭാഗമാണ് എന്നുറപ്പാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് വരാനിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളാണ് ആ വിഷയത്തിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്.